ഹലോ, ഈ പറമ്പ് കണ്ടോ? ഇതുപോലെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ പറമ്പ് കുറേശ്ശെ ക്ലീൻ ചെയ്ത് നമുക്കിവിടെ മൊത്തത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ ഒരു ചിന്ത വന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും, സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരല്ലെങ്കിൽ എണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ പറമ്പിൽ ഫസ്റ്റായിട്ട് ഞാൻ നട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയറാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നടാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചേമ്പ് നടാമെന്നാണ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി വലിയ ഫാമിലി അല്ല, പക്ഷേ നിങ്ങളുടെ ചെറിയൊരു ഫാമിലിയാണ്. പക്ഷേ എല്ലാവരുടെയും ഇതുപോലുള്ള സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വലിയ ഫാമിലി ആവാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വയലറ്റ് തണ്ടുള്ള ചേമ്പ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് കേട്ടോ. അത് കാണാൻ തന്നെ അതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ എൻ്റെ വല്യുമ്മ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ആളുടെ കയ്യിൽ എന്നും ഈ വയലറ്റ് കളറ് ചേമ്പുണ്ടാവും. ആളുടെ ആ ഒരു പച്ചക്കറി തോട്ടത്തിൽ ഈ ഒരു വയലറ്റ് ചേമ്പുണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ ഒരു വലിയൊരു മെമ്മറിയാണ് കേട്ടോ. ഈ ഒരു ചേമ്പ് ഇതെനിക്ക് കാണുന്നതും എല്ലാം ഇതെവിടെ നിന്നെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാനിത് അന്വേഷിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ഞാൻ ഇതൊന്ന് നട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വെറുതെ മണ്ണൊക്കെ ഒന്ന് കിളച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് നട്ട് കൊടുക്കണമല്ലോ കേട്ടോ. ഇനി അതൊന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് ചാരവും അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചേമ്പൊക്കെ നട്ട് പോകുന്നു കേട്ടോ തിരിച്ച് വീട്ടിലേക്ക്. ഇത് എൻ്റെ പവിഴമല്ലിയുടെ ഒരു മരമാണ്. അതൊരു 3 വർഷം പ്രായമുള്ളൊരു മരമാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും അതിൻ്റെ കൊമ്പ് ഞാൻ ഇറക്കി കൊടുക്കാറുണ്ട്. ഈ വർഷം ഇറക്കി കൊടുത്തു. ഈ വർഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കാണുന്നത്. എന്തൊക്കെയോ വന്ന് ഓട്ട ഉണ്ടാക്കി വെച്ചേക്കാണ്. മൊത്തത്തിൽ മരം നശിപ്പിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് സാഫ് തേച്ച് കൊടുത്തിട്ടോ. അത് എത്രത്തോളം ഉള്ളിലേക്ക് ആ കേട് പോയിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അടുത്ത വില്ലൻ, നമ്മുടെ കറിവേപ്പിലയുടെ നശിപ്പിക്കുന്ന മെയിൻ വില്ലൻ പുഴുവാണ് ഇത്. ഇതിനെ കാണുമ്പോൾ തന്നെ വിചാരിച്ചോളൂ പിറ്റേ ദിവസം ആ ഇല അവിടെ ഉണ്ടാവില്ലെന്ന്. അത് അത്ര പെട്ടെന്ന് തന്നെ അത് ഫുള്ള് തിന്ന് തീർക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കഴിവ്. വഴുതനങ്ങയുടെ വിത്ത് ചോദിച്ചവരെ അത് ആയി കഴിയുമ്പോൾ എന്തായാലും ഞാൻ അഡ്രസ്സിലേക്ക് അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഉണ്ടായ വിത്ത് നമ്മളിവിടെ അടുത്തുള്ള കുറച്ച് പേർക്ക് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിത്ത് നമ്മൾ